ചിലർ കേഴി പിടിച്ചിരിക്കുന്നത് പണയം വയ്ക്കൽ പിശാചാണ്. പണയം വയ്ക്കൽ ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ്. സ്ഥിരം പണയം വയ്ക്കും, അതിന് പലിശ കൊടുത്തുകൊണ്ടിരിക്കുക. അവസാനം ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവില്ല, സാമ്പത്തിക പുരോഗതി ഉണ്ടാവില്ല. അങ്ങനെ അവനെ നശിപ്പിച്ച് കളയും. അതും പണയക്കാർ മേടിക്കണ 2 പണം പലിശ എന്നും പറഞ്ഞുകൊണ്ടാണ് മേടിക്കണത്. അത് പലിശ അടയ്ക്കാതിരുന്നാൽ ഒരു 2 മാസം കഴിയുമ്പോൾ പിന്നെ 4 പണം പലിശയാവും. ഇങ്ങനെ പലിശ കൊടുക്കൽ ശരിക്കും പറഞ്ഞാൽ പണയം വയ്ക്കരുത് എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ചുരുക്കി ചെലവഴിച്ച് നമ്മുടെ അത്യാവശ്യം വരുമ്പോഴാണ്. അപ്പോൾ ചോദിക്കുന്ന പലരും അതാണ്, അത്യാവശ്യം വരുമ്പോൾ പണയം വയ്ക്കേണ്ടി വെച്ചു, അല്ലാതെ എന്നാ ചെയ്യണേ? അപ്പോൾ അതിന് നമ്മൾ ചുരുക്കി ചെലവഴിക്കണം. ചുരുക്കി ചെലവഴിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വരവ് ചെലവ് കണക്കെഴുതണം. അപ്പോൾ ഈ പിശാച് നമ്മളെ ആക്രമിക്കില്ല. കർത്താവേ, ഈ പണയം വയ്ക്കൽ പിശാചിനെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ ശീലത്തെ മാറ്റിത്തരണമേ. ഇവരുടെ മാനസിക അവസ്ഥയെ സുഖപ്പെടുത്തണമേ. ചുരുക്കി ചെലവഴിച്ച് ജീവിതത്തിൽ പുരോഗതിയിലേക്ക് മുന്നോട്ട് പോകുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ പണയം വയ്ക്കൽ ഒരു പൈശാചിക ബന്ധനമുള്ള മക്കളെ സഹായിക്കാം. ഫോണിൽ വിളിക്കുക 9447465414. സാമ്പത്തിക പ്ലാനിങ്ങിന് വേണ്ടിയുള്ള പ്രത്യേക ധ്യാനം നടത്താറുണ്ട്. താല്പര്യമുള്ളവർ വിളിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.